സംസ്ഥാനത്ത് റേഷൻ മസ്റ്ററിംഗ് നിർത്തിവെച്ചു. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ കൂടുതൽ സമയം ആവശ്യമാണെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. ഈ സാഹചര്യത്തിൽ റേഷൻ വിതരണം സാധാരണ നിലയിൽ തുടരുമെന്നും ഭക്ഷ്യമന്ത്രി അറിയിച്ചു. ഷീജയോട് കൂടുതൽ വിശദാംശങ്ങളുമായി. ഷീജ, എന്താണ് സാഹചര്യം? ഷീജയുടെ അടുത്ത് ഭക്ഷ്യമന്ത്രി GR അനിൽ തത്സമയമുണ്ടെന്നാണ് ലഭിച്ച വിവരങ്ങൾ. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? തീർച്ചയായും കീർത്തി, ഏതായാലും നിലവിലിപ്പോൾ മസ്റ്ററിംഗ് നിർത്തിവെച്ചിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ആണ് സംസ്ഥാനത്ത് മസ്റ്ററിംഗ് ആരംഭിച്ചിട്ടുണ്ടായിരുന്നത്. സാങ്കേതിക തകരാറുണ്ടായ പശ്ചാത്തലത്തിൽ മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രമായി കഴിഞ്ഞ ദിവസം നിജപ്പെടുത്തിയിരുന്നു. തുടർന്ന് ഇന്ന് വീണ്ടും മസ്റ്ററിംഗ് ആരംഭിച്ചപ്പോൾ ഈ സാങ്കേതിക തകരാർ അതിൻ്റെ പ്രതിസന്ധി പരിഹരിക്കാൻ സാധിക്കാത്തൊരു പശ്ചാത്തലത്തിലാണ് ഈ പ്രതിസന്ധി പൂർണ്ണമായും പരിഹരിച്ചതിന് ശേഷം മസ്റ്ററിംഗ് പുനരാരംഭിച്ചാൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോഴേതായാലും നമുക്കിപ്പം ഭക്ഷ്യമന്ത്രി GR അനിൽ കൂടി ചേരുന്നുണ്ടോ? ഏത് രീതിയിലാണ് ഇന്നത്തെ ഒരു സാഹചര്യം? രാവിലെ സ്ഥിതിഗതി വിലയിരുത്തിയതിന്റെ അടിസ്ഥാനത്തിലാണോ ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്? അതെ, കേരളത്തിൽ മസ്റ്ററിംഗ് നടത്താൻ നമ്മൾ നിർബന്ധിതമായതാണ്. ഈ മാർച്ച് മാസം കനത്ത വേനൽക്കാലമാണ്, അതുപോലെ ഉത്സവ നാളുകളാണ്, റംസാനുമായി ബന്ധപ്പെട്ട വ്രതത്തിൻ്റെ നാളുകളാണ്, സ്കൂൾ കുട്ടികളുടെ പരീക്ഷ, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് മെയ് മാസത്തേക്ക് മാറ്റിവെക്കാനുള്ള അവസരം നൽകണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും കേന്ദ്ര ഗവൺമെൻറ് ആ നിർദ്ദേശം അംഗീകരിച്ചില്ല. അത്തരം സാഹചര്യത്തിലാണ് വളരെ വ്യാപകമായി മസ്റ്ററിംഗ് പ്രവർത്തനങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ച് ഭക്ഷ്യ വിതരണം തന്നെ നിർത്തിവെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നലെയും ഇന്നും നാളെയും 3 ദിവസം ഇതിനു വേണ്ടി ക്രമീകരിച്ചത്. ഇന്നലെ ചില സാങ്കേതിക തടസ്സങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് മഞ്ഞ കാർഡുകാർക്ക് മാത്രമായി അത് ലിമിറ്റ് ചെയ്തത്. ഇന്നലെ 4 ലക്ഷത്തോളം പേർ ഇന്നലെ വൈകുന്നേരത്തോടുകൂടി മസ്റ്ററിങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. അത് കണ്ടപ്പോൾ ഇന്ന് അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. എന്നാൽ റേഷൻ കടകൾ തുറന്ന് വരുന്ന മുറയ്ക്ക് എല്ലാ കടകളും തുറന്നു കഴിയുമ്പോൾ ഇതിനെ ബാധിക്കുന്ന അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. 11:15 ഞാൻ നോക്കുമ്പോൾ 1,15,000-ഓളം ആളുകൾ നേരിട്ട് മസ്റ്ററിങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. ഈ തടസ്സങ്ങൾ പലയിടത്തും ജനങ്ങൾക്ക് വളരെ പ്രയാസം ഉണ്ടാക്കുന്നുവെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രിയുമായി ഞാൻ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് തൽക്കാലം നമുക്ക് ഇങ്ങനൊരു അവസ്ഥ മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ച് മസ്റ്ററിംഗ് നിർത്തിവെക്കാൻ വേണ്ടി അറിയിപ്പ് കൊടുത്തത്. ഇതിൻ്റെ സാങ്കേതിക തകരാറുകൾ പൂർണ്ണമായി പരിഹരിച്ചതിന് ശേഷം മുഖ്യമന്ത്രിയും ബന്ധപ്പെട്ട് നമ്മുടെ ഉദ്യോഗസ്ഥരുമായി ആലോചിച്ച് ആവശ്യമാണെങ്കിൽ മാത്രമേ മസ്റ്ററിങ്ങിലേക്ക് പോകുള്ളൂ. അതുകൊണ്ട് ഭക്ഷ്യധാന്യ വിതരണ പ്രവർത്തനങ്ങൾ റേഷൻ ഷോപ്പുകളിൽ അതുമായി മുന്നോട്ട് പോകാനുള്ള നിർദ്ദേശം നൽകുകയുണ്ടായി. ജനങ്ങൾക്ക് പൊതുവെ ഒരു ആശങ്ക ഉണ്ടാവും, കാരണം അവരുടെ റേഷൻ കാർഡിൻ്റെ മസ്റ്ററിംഗ് നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. അത്തരത്തിലുള്ള ആശങ്ക, അതിൽ എന്താണ് ജനങ്ങളോട് പറയാനുള്ളത്? ഒരു ആശങ്കയും വേണ്ട എന്ന് ഞാൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ആളുകളിൽ ഭീതി പടർത്തിക്കൊണ്ട് കിടപ്പ് രോഗികളും അന്യ സംസ്ഥാനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളുമെല്ലാം ഇവിടെ എത്തി മസ്റ്ററിങ്ങിൽ പങ്കെടുത്താൽ മാത്രമേ അരി കിട്ടൂ, ഏപ്രിൽ മാസം അരി ലഭ്യമാകൂ എന്ന് ഒരു പ്രചരണം വ്യാപകമായി നവമാധ്യമങ്ങളിലൂടെ വന്നപ്പോൾ കുറേയേറെ ആളുകൾക്ക് ആശങ്ക പടർന്ന് അതിൻ്റെ അനുസരിച്ച് അവരെല്ലാം തന്നെ വരുന്നൊരു സ്ഥിതി ഉണ്ടായി. അത്തരം ആശങ്ക വേണ്ട. നമുക്ക് നടത്താൻ കഴിയുന്ന വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ശ്രദ്ധയിൽ ഇത് പെടുത്താൻ നമ്മൾ തീരുമാനിച്ചു. ഞങ്ങൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ 20,90,000 പേർ രാവിലെ 11 മണി വരെ മസ്റ്ററിങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. കേന്ദ്ര ഗവൺമെൻറ്റിനെ ഈ വസ്തുതകൾ ബോധ്യപ്പെടുത്തും. അതിനനുസരിച്ച് ആവശ്യമായ സമയം കൊടുത്തുകൊണ്ട് ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന തരത്തിലുള്ള ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ട് മാത്രമേ മസ്റ്ററിങ്ങുമായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ള കാര്യം ജനങ്ങളെ അറിയിക്കുകയാണ്. തീർച്ചയായും ഈ രീതിയിൽ തന്നെയാണ് മസ്റ്ററിങ്ങിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ജനങ്ങൾക്ക് വരാത്ത രീതിയിൽ ജനങ്ങൾക്ക് ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല. ഇപ്പോഴത്തെ ഒരു സ്ഥിതി അത് കൃത്യമായ രീതിയിൽ കേന്ദ്ര സർക്കാരിനെ അറിയിക്കും എന്ന് തന്നെയാണ് മന്ത്രി GR അനിൽ വ്യക്തമാക്കുന്നത്. കീർത്തി, ശരി, ഷീജയാണ് കൂടുതൽ വിവരങ്ങൾ.